പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വായിച്ചേ. മർക്കോസ് 15-16 മുതൽ. അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. അവർ അവനെ ചുമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. ഇവിടെ കർത്താവ് യേശു മിശിഹായെ കുരിശിൽ തറയ്ക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ, ഇനി നമ്മൾ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പീഡാനുഭവത്തിൻ്റെ വിവരണങ്ങൾ ശരിക്കും നിങ്ങൾ കേൾക്കണം. നമുക്ക് ജീവിതത്തിൽ വലിയൊരു പാഠം ഇതിനകത്തുണ്ട്. പീഡാനുഭവത്തിൻ്റെ വിവരണങ്ങളിൽ യഥാർത്ഥത്തിൽ ഇതെല്ലാം നേരിട്ട് കണ്ടവരോ നേരിട്ട് കണ്ടവർ നടത്തിയ വിവരണങ്ങൾ കേട്ടവരോ ആണ് ഈ സുവിശേഷങ്ങൾ എഴുതിയത്, ആണല്ലോ. അപ്പോൾ ഈശോയുടെ പീഡാനുഭവം നേരിട്ട് കണ്ടവരോ നേരിട്ട് കണ്ടവർ പറഞ്ഞത് കേട്ടവരോ ആണിതെല്ലാം വിവരിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മത്തായിയുടെയോ മർക്കോസിൻ്റെയോ ലൂക്കായുടെയോ യോഹന്നാൻ്റെയോ പീഡാനുഭവ വിവരണങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ഒരമിത വൈകാരിക വിവരണങ്ങൾ ഒഴിവാക്കുന്നതായി കാണാം. ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഈശോയുടെ പാഷൻ നറേറ്റീവ് അവരാ വിവരണം നടത്തുമ്പോൾ അവരൊരു അതിവൈകാരികത ഒഴിവാക്കുന്നു. ഇപ്പം നമ്മളാണെന്ന് പറയുന്നെങ്കിൽ ഭയങ്കര വൈകാരികമായ ഒരു ഈശോയുടെ വേദനയെ ഭയങ്കര വൈകാരിക തീവ്രതയിലേ പറയും. പക്ഷേ സുവിശേഷകന്മാർ അത് ഒഴിവാക്കി. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടായിരിക്കും അത്? സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊരു നോവൽ വായിച്ച് പോകുമ്പോഴാണെങ്കിലും അതിൽ ഇപ്പം നിങ്ങൾ സിനിമ കാണുമെന്ന് വിചാരിച്ചു. ഒരു സിനിമ കാണുന്ന സമയത്ത് അതിലെ നായിക മരിക്കുന്ന ഒരു സ്റ്റേജിൽ എല്ലാവരും കരയില്ലേ? പക്ഷേ സുവിശേഷകന്മാർ ഈ ഒരു ജീവചരിത്രം എഴുതുമ്പോൾ ഒരു വൈകാരിക വിവരണങ്ങളെല്ലാം ഒഴിവാക്കി. അവർ കറക്റ്റായിട്ട് പത്രത്തിൽ വരുന്നത് പോലെ ഉള്ളൂ. ഒരിക്കലും ഒരു കാവ്യകൽപ്പന, അതുമായി ബന്ധപ്പെട്ടിട്ട് അമിതമായ ആലങ്കാരിക വർണ്ണനകൾ, നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്ന വിവരണങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. അതാണ് നമ്മൾ ഈ പാഷൻ നറേറ്റീവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതൊരു ന്യൂസ് പേപ്പറിൽ നമ്മൾ വായിക്കത്തില്ലേ? അതായത് ഇവിടെ വെഞ്ഞാറമൂടിന് അടുത്ത് വെച്ച് നടന്ന വാഹന അപകടത്തിൽ ഇന്ന ആൾ കൊല്ലപ്പെട്ടു. ന്യൂസ് പേപ്പർ അത്രയേ ഉള്ളൂ. വളരെ ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമാണ്, ചിലപ്പോൾ ഫ്രണ്ട് പേജിലെ വാർത്ത വരുമ്പോൾ മാത്രമാണ് ഒരു ഫോട്ടോ കൊടുത്തിട്ട് ചിലപ്പോൾ ഇച്ചിരി ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉള്ള ചില വാർത്തകൾ പത്രത്തിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂസ് ലെറ്ററിൽ വരുന്ന വിവരണം പോലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട കാരണം ശ്രദ്ധിച്ചേ. കർത്താവ് ഈശോ മിശിഹ ഈ പീഡാനുഭവ സമയത്ത് പുലർത്തിയ ഒരു നിർവികാരതയാണ് അപ്പസ്തോലന്മാരെ കൊണ്ട് അമിത വർണ്ണനകൾ ഒഴിവാക്കിപ്പിച്ചത്. ഈശോ ഈ സമയത്തെല്ലാം പുലർത്തിയ ഒരു നിർമ്മമതയുണ്ട്, ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ വിവരണത്തിൻ്റെ. നമ്മൾ ഈ ഭാഗത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഒരു തവണയാണ് മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ ഒന്ന് ഉറക്കെ കരയുന്നത്. പിന്നെ അവൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് മരിച്ചു. അതാണ് രണ്ടാമത് മർക്കോസ് പറയുന്നത്. അതിനപ്പുറത്ത് കർത്താവ് അങ്ങനെ അമിതമായ കരച്ചിലൊന്നുമില്ല. ഒരു സന്ദർഭത്തിലേ ഉള്ളൂ കരയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഗാഗുൽത്താമലയിൽ നിന്നും. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ അസ്വസ്ഥത തോന്നിയിട്ടുണ്ട്. ഈശോ ഒരിക്കലും അങ്ങനെ, ഇപ്പോൾ പാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പാട്ട് എഴുതിയവർക്ക് നമ്മളോട് പിണക്കാവും, എന്നാലും വേണ്ടില്ല. ഈശോ ഒരിക്കലും അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാറൊഴുക്കിയില്ലേ, എന്നിട്ടും ഈ കയ്പ് നീരല്ലേ നിങ്ങൾ എനിക്ക് തന്നത്, എന്തിനാണ് എന്നോട് നിങ്ങളിങ്ങനെ ചെയ്ത് എന്ന് ഈശോ ഒരിക്കലും പറയില്ല. നിങ്ങൾ സുവിശേഷം ശരിക്കും വായിച്ചോ? പറയില്ല.
അതുകൊണ്ട് ആ പാട്ട് നിങ്ങൾ പാടാതിരിക്കുകയൊന്നും വേണ്ട. ആ പാട്ട് എഴുതിയ ആൾക്ക് എന്നോട് പിണക്കം തോന്നരുത്. മറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. നിങ്ങൾ ഈ രംഗം വായിക്കുമ്പോൾ എന്നെ ഓർത്ത് കരയണ്ട. പിന്നെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞാൽ മതി എന്ന് പറഞ്ഞെന്താ? ഈ വിവരണങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് സഹിച്ചതെന്ന് ഓർത്ത് കരഞ്ഞാൽ മതി, യേശുവിനെ ഓർത്ത് കരയണ്ടെന്ന്. അയ്യോ ഈശോയ്ക്ക് അടികൊണ്ടല്ലോ, ഈശോ മുറിഞ്ഞല്ലോ. ഞാൻ പറയുന്നത് അതിനൊന്നും നിസ്സാരമായിട്ട് കാണണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് ഈ രംഗങ്ങളിലെല്ലാം പുലർത്തിയ ഒരു നിർവികാരതയുണ്ട്. അതിനെന്താ അറിയാം? കർത്താവിനറിയാം ഇതെല്ലാം മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ സഹിക്കുന്നത്. അവൻ സന്തോഷത്തോടെ അത് സഹിക്കുകയാണ്, സ്നേഹത്തോടെ അത് സഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളെ കാണുമ്പോഴും വായിക്കുമ്പോഴും യേശുവിന് അങ്ങനെ പറ്റിയല്ലോ, യേശുവിന് അടിയേറ്റല്ലോ, യേശു തകർന്നല്ലോ, യേശു കരഞ്ഞല്ലോ എന്നോർത്തല്ല നമ്മൾ കരയേണ്ടത്. എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് ഇത് സഹിച്ചത് എന്നോർത്തിട്ടാണ് നമ്മൾ കരയേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? കരയണം. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് യേശു ഒരിക്കലും കരയില്ല. അത് നാണക്കേടാണ് അങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ കൂട്ടാണ് യേശു എന്ന് വിചാരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എന്തോ ആവട്ടെ, എന്തായാലും പാട്ട് എഴുതിയ ആളുകൾ പിണങ്ങും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങനെയുള്ള അമിത വൈകാരിക വിവരണങ്ങളൊന്നും യേശു ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി യേശു സഹിച്ചു, അതാണ് നമ്മളെ കരയിക്കേണ്ടത്. അപ്പോൾ മർക്കോസ് അമിത വിവരണങ്ങൾ ഒഴിവാക്കുക. പിന്നെ ഇവിടെ നമ്മൾ ഇനി പട്ടാളക്കാരുടെ പരിഹാസം, അതാണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടത്. പട്ടാളക്കാരുടെ പരിഹാസത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ആദ്യം യേശുവിനെ പരിഹസിച്ചതാരാ? സ്വജാതിയാണോ വിജാതിയാണോ? ശ്രദ്ധിച്ചേ, സ്വജാതിയാണോ വിജാതിയാണോ ആദ്യം യേശുവിനെ പരിഹസിച്ചത്? സ്വജാതി. സ്വജാതിയര് പരിഹസിച്ചതിന് ശേഷമാണ് വിജാതിയര് പരിഹസിച്ചത്. കേട്ടെ, അത് അന്നും അങ്ങനെയാണ്, ഇന്നും ഇങ്ങനെയാണ്. അതായത് വിജാതിയര് ഒരിക്കലും യേശുവിനെ ആദ്യം പരിഹസിക്കില്ല. സ്വജാതിയര് പരിഹസിച്ച് തുടങ്ങുമ്പോഴേ വിജാതിയര് പരിഹസിക്കൂ. ഇപ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്ന ഇടവക്കാരെ മുറ്റത്ത് നിന്നാലേ പള്ളിപ്പെരുന്നാളിന് വരുന്നവൻ മുറ്റത്ത് നിൽക്കൂ. നീ കൊടുക്കാത്തൊരു ബഹുമാനം നിന്റെ ദൈവത്തിന് മറ്റ് ജാതികൾ കൊടുക്കില്ല. നീ കൊടുക്കാത്തൊരു വില നിന്റെ ദൈവത്തിന് മറ്റ് ജനതകൾ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മുടെ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് മറ്റുള്ളവർ കൊടുക്കുന്നത്. ഇപ്പം അച്ഛൻ ഒരു ബഹുമാനം ഇല്ലാതെ ആൾത്താരെ കിടന്ന് ചാടിയാൽ ആൾത്താരവാലന്മാർ തലകുത്തി മറിയും. മനസ്സിലാവുന്നില്ലേ? നമ്മൾ കൊടുക്കുന്ന വിലയാണത്. അപ്പം അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ 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 ഗൗരവ ബുദ്ധിയുള്ളവരായിരിക്കും. നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ് യേശുവിന് മറ്റുള്ളവർ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ യേശുവിനെ വിജാതിയർ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് സ്വജാതിയർ പരിഹസിച്ചു ഒന്നുകൂടെ ഓർക്കണം. ഇപ്പോൾ വിജാതിയെ പട്ടാളക്കാർ യേശുവിനെ പരിഹസിക്കുകയാണ്. വായിച്ച അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയം എന്ന് പറഞ്ഞാൽ ഈ പീലാത്തോസ് ശരിക്കും താമസിക്കുന്നത് യൂദയായിലല്ല, വേറൊരു സ്ഥലത്താണ്. തിരുനാളുകൾക്ക് മാത്രമേ പീലാത്തോസ് യൂദയായിലേക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. യൂദയായിലേക്ക് വരുമ്പോൾ പീലാത്തോസ് താമസിച്ചിരുന്ന ആ സ്ഥലമാണ് പ്രത്തോറിയം. ആ പ്രത്തോറിയത്തിൽ കൊണ്ടുപോയി അവർ സൈന്യവിഭാഗത്തെ മുഴുവൻ അണിനിരത്തി. സൈന്യവിഭാഗത്തെ പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആർമിയാണ്. അതിൻ്റെ എണ്ണം പറയുന്നത് 600 പട്ടാളക്കാരെന്നാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 600 പട്ടാളക്കാരുടെ സംഘത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പോൾ 600 പട്ടാളക്കാരെ അവർ അണിനിരത്തി. അവർ അവനെ ചുവപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കിരീടം മടഞ്ഞ് അണിയിക്കുകയും ചെയ്തു. അതായത് ഇത് മോക്ക് ട്രയലാണ്. മോക്ക് വൈവ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പരീക്ഷയ്ക്ക് മുമ്പുള്ള റിഹേഴ്സൽ പോലാണിത്. മോക്ക് ട്രയൽ. അവിടെ ഈ പോലീസ്, പട്ടാളം ഇവരൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടത്ത് ട്രാഫിക് സിഗ്നലിൽ അവിടെ നിൽക്കുന്ന പോലീസുകാരനെ ആലോചിച്ചു. നല്ല സന്തോഷമുള്ള അല്ലേ? പാൽപ്പായസം കുടിക്കുന്ന പോലത്തെ പണിയാണോ അത്? അല്ല, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ വണ്ടിയൊക്കെ റോങ് സൈഡിലൊക്കെ കയറ്റി അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ AC ഒക്കെ ഇട്ട് നല്ലപോലെ തണുത്ത് യാതൊരു അല്ലലും ഇല്ലാതെ മൂക്കുമുട്ട തിന്നിട്ട് വണ്ടിയിലിരിക്കുന്ന നമ്മൾ പറയുകയാണ് അവന് മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ.
അവൻ എന്തിനാണ് ഈ ദേഷ്യപ്പെട്ടത്? നമ്മൾ റോങ് സൈഡിൽ കയറിയനാണ്. അവൻ രാവിലെ മുതൽ വെയിലത്ത് നിൽക്കുകയാണ്. നമ്മൾ നല്ല കംഫർട്ടബിളായിട്ട് വണ്ടിയെ കയറി നല്ല ശീതളിമയിൽ സുഖിച്ചിരിക്കുന്ന സമയത്താണ് അവൻ പറയുന്നത് മര്യാദയ്ക്ക് വണ്ടി നിർത്തണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത്. നമുക്കത് മനസ്സിലാവില്ല. കാരണം അവൻ ടെൻസ്ഡാണ്, അവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ്. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഇവർ ഇത്രയും മര്യാദ കാണിക്കുന്നല്ലോ എന്നാണ്, ഇവർ ചൂടാവുന്നില്ലല്ലോ എന്നാണ് ഞാൻ പലപ്പോഴും. കാരണം നമ്മളൊക്കെ കാണിക്കുന്ന പരാക്രമം കണ്ടിട്ട് ഇവർ ദേഷ്യം കഴുത്തിന് പിടിച്ച് ഞെക്കുന്നില്ലല്ലോ എന്നാണ് എൻ്റെ പലപ്പോഴത്തെയും ചിന്ത. ഇതിൻ്റെ ഒരു പകുതി ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കലാപം നടത്തുകയും വേണമെങ്കിൽ ആളുകളെ കൊല്ലുകയും ചെയ്യും, അല്ലേ? തവിയൊക്കെ എടുത്തും ചീനിച്ചട്ടിയൊക്കെ എടുത്ത് അടിച്ച് ചിലപ്പോൾ നമ്മൾ കൊല്ലാനും സാധ്യതയുണ്ട് ആളുകളെ. ഇതിനേക്കാൾ ഇതിൻ്റെ ഒരു പകുതി ടെൻഷൻ നമുക്കുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് അറിയാം, പട്ടാളക്കാർക്ക് ഉല്ലസിക്കാനൊരു ചാൻസ് കിട്ടിയാൽ അവർ കളയില്ല. അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം എപ്പോഴാണ്? രാവിലെയാണ്. ഏതാണ്ട് ഒരു 9 മണിക്ക് മുമ്പുള്ള സമയമാണ്. രാത്രിയിലെ ഷിഫ്റ്റൊക്കെ രാത്രി മുഴുവൻ ജോലി ചെയ്ത് ഇങ്ങനെ രാവിലെ ഇനിയിപ്പോൾ ഒരു 9 മണിക്ക് അടുത്ത ഷിഫ്റ്റ് കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുന്ന പട്ടാളക്കാരൻ മടുത്ത് നിൽക്കുകയാണ്. 100-100 പട്ടാളക്കാർ എല്ലാവരും കൂടെ നിന്നിട്ട് അവർക്ക് ഉല്ലസിക്കാൻ ഒരാളെ കിട്ടി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കളിപ്പാവ എടുത്ത് പെരുമാറുന്നത് പോലെ, ഒരു കാൽപന്തിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ, ഒരു പാഴ്വസ്തുവിനെ ഇട്ട് തട്ടി എറിയുന്നത് പോലെ അവർ ലോകത്തിൻ്റെ സ്രഷ്ടാവിനെ, ദൈവത്തെ, രാജാധിരാജാവിനെ ഒരു പരിഹാസത്തിന് വിഷയമാക്കി തട്ടിക്കളിക്കാൻ പോവാണ്. അവർ യേശുവിനെ ഒരു ചുമന്ന വസ്ത്രം ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട് കിടന്ന ഒരു പഴയ പട്ടാളക്കാരൻ്റെ ഒരു ചുമന്ന ഉടുപ്പെടുത്ത് യേശുവിനെ ഇട്ടു, യേശുവിനെ ധരിപ്പിച്ചു. എന്നിട്ടൊരു മുൾക്കിരീടം എടുത്ത് അവൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് അവർ മുട്ടുകുത്തി യഹൂദരുടെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി. പിന്നീട് അവർ ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിൽ അടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവിനെ അവരൊരു പരിഹാസത്തിൻ്റെ ഒരു കോമാളി വേഷം ധരിപ്പിച്ച് അവർ മുട്ടുകുത്തി അവൻ്റെ മേൽ തുപ്പി അവൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ചു. അവനെ ഞാങ്ങണ കൊണ്ട് മീഖ 5:1 പറയുന്നുണ്ട്, അവർ അവരുടെ രാജാവിനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് തലയിൽ അടിച്ചു എന്ന്. ഈശോയെക്കുറിച്ചുള്ള പ്രവചനമാണത്. അപ്പോൾ അങ്ങനെ ഞാങ്ങണ കൊണ്ട് അവൻ്റെ മുഖത്ത് അടിച്ചു, മുട്ടുകുത്തി അവനെ പ്രണമിച്ചു. 20-ാമത്തെ വാക്യം വായിച്ചേ. അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചു മാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു. പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി. അടുത്തായിട്ട് അവർ ചെയ്യുന്നത്, അവർ യേശുവിനെ ഇപ്പോൾ ഇവിടുന്ന് ഈ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിൽ നിന്ന് ഈ ഗാഗുൽത്ത വരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയമെടുത്ത് അവിടെ ചെല്ലാം. പക്ഷേ ഈ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന കുറ്റവാളിയെ അവർ പെട്ടെന്ന് കൊണ്ടുപോകില്ല. അവരെന്തെന്നറിയാം, ഈ നഗരി കാണിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, അതാണ് ഈ പരിപാടി. അവർ ആ സിറ്റി മുഴുവൻ റൗണ്ട് ചെയ്ത് നടത്തിച്ച് മലയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ്. എന്തിനെന്നറിയാം, ഇനി ഒരാളും ഈ വിധമുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് റോമൻ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന അപായ സൂചന മുഴക്കിക്കൊണ്ട് അവർ യേശുവിനെ, മാത്രമല്ല ഓർക്കണം, ഇയാളെ കൊണ്ടുപോകുന്നത് ശരിക്കും മിക്കവാറും നഗ്നനായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുരിശ് നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന കുരിശ് പോലെ അങ്ങനെ ചുമക്കുകയല്ല. ഈ കുരിശിൻ്റെ ക്രോസ് ബീം എടുത്ത് യേശുവിൻ്റെ കഴുത്തിൻ്റെ പിന്നിൽ വെച്ച് കെട്ടി അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരാൾ നടക്കുകയാണ്, നഗ്നനായിട്ടാണെന്ന് ഓർത്തണം. അങ്ങനെ ആ സിറ്റി മുഴുവൻ യേശുവിനെ കൊണ്ടുപോയി. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ ഇതൊരു പ്രദക്ഷിണം പോലെ പോകുന്നത്. പട്ടാളക്കാരിങ്ങനെ ചുറ്റിനും നിരന്ന് നിൽക്കും. അതിൻ്റെ നടുക്കാണ് യേശു. അപ്പോൾ അതിന് മുമ്പിൽ നിൽക്കുന്ന ഈ പ്രൊസഷന് പോകുമ്പോൾ ഫ്രണ്ടിൽ കുരിശൊക്കെ പിടിക്കുന്ന പോലെ ഫ്രണ്ടിൽ ഒരു കാർഡ് പിടിച്ചിട്ടുണ്ട്, യഹൂദന്മാരുടെ രാജാവ്, പ്രൊസഷൻ. അവർ യേശുവിനെ കൊണ്ടുപോയി. 21-ാമത്തെ വാക്യം വായിക്കാം. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ കിറേനക്കാരൻ ശിമയോൻ നാട്ടിൻ പുറത്തു നിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു. യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. സൈമൺ, ഇയാൾ സൈറീൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലിബിയയിലെ ഒരു സ്ഥലമാണ് ഈ സൈറീൻ. അവിടുന്ന് വന്ന ആളായിരുന്നു ശിമയോൻ. എന്തിനു വന്നതാ? ഇയാളെക്കുറിച്ച് പറയുന്നത്, ഇയാളൊരു കറുത്ത വർഗ്ഗക്കാരനാണ്,
ഇയാൾ എന്തിനു വന്നാ ഇവിടെ? ഈ ആഫ്രിക്കക്കാരൻ എന്തിനാ ഇവിടെ വന്നേ? പറ. പെസഹാ തിരുനാളിന് വന്നാണ്. പെസഹാ തിരുനാളിന് എല്ലാ യഹൂദരും വരും. മനസ്സിലായോ? അപ്പോൾ ഇയാൾ യഹൂദനായിരുന്നിരിക്കണം, കൺവേർട്ടഡ് ജൂ ആയിരുന്നിരിക്കണം, ആഫ്രിക്കക്കാരനാണ്. ഇയാൾ ജെറുസലേമിൽ എന്തിനാണ് വന്നത്? ഞാൻ വിചാരിക്കുകയാണ് പെസഹാ തിരുനാൾ വന്നതായിരിക്കണം. കാരണം പെസഹാ തിരുനാളാണ് ലോകമെമ്പാടുമുള്ള യഹൂദർ ജെറുസലേമിൽ എത്തുന്ന സമയമാണ്. അങ്ങനെ വന്നതായിരിക്കണം. അങ്ങനെ വന്നിട്ട് ഇയാൾ ഈ പ്രൊസഷൻ പോവല്ലേ, നഗ്നനായി ഒരു മനുഷ്യനെ പരിഹാസ രാജാവാക്കി അവനെ ഇങ്ങനെ കുരിശി തറയ്ക്കാൻ കൊണ്ടുപോകുമ്പോൾ പട്ടാളക്കാരെ അടിച്ചടിച്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ചമ്മട്ടി അടികൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ചമ്മട്ടി അടിക്കുമ്പോൾ തന്നെ കുരിശിത്തറയ്ക്കുന്ന ആൾ, കുരിശിത്തറയ്ക്കപ്പെടാനുള്ള ആളുകൾ മരിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈശോ അത് സർവൈവ് ചെയ്തു. ഈശോ അത്രയും ഹെൽത്തി ആയിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈശോ അത്രയും സർവൈവ് ചെയ്തു. പക്ഷേ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ചോര മുഴുവൻ വാർന്നൊഴുകി മനുഷ്യൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിച്ച് പല പ്രാവശ്യം വീട് അവിടെ കൊണ്ടുപോയി ഈ ശിക്ഷ പൂർത്തിയാക്കാൻ, നടപ്പിലാക്കാൻ പറ്റുമോ എന്ന് ഭയപ്പെട്ടപ്പോഴാണ് ഒരാളുടെ സഹായം വേണം. റോമൻ പട്ടാളക്കാർ ഇതിന് തയ്യാറാവില്ല, യഹൂദന്മാർ തയ്യാറാവില്ല. എന്താ കാര്യം എന്നറിയാമോ? ആ നാട്ടിലുള്ള യഹൂദർ തയ്യാറാവില്ല. കാരണം പെസഹാ തിരുനാളിന് മുമ്പ് ഈ കുറ്റവാളിയുടെ കുരിശ് വന്നാൽ അൺക്ലീൻ ആവും, അശുദ്ധനാവും, പിന്നെ തിരുനാളിന് പോകാൻ പറ്റില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പാവപ്പെട്ടവൻ, ഈ കറുത്ത വർഗ്ഗക്കാരൻ, കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു ചേട്ടനെ പോലെ അത്രയും വിഷ്വലൈസ് ചെയ്താൽ മതി. തൊലിയുടെ നിറം കറുപ്പായതുകൊണ്ടും കണ്ടാലൊരു പാവമാണെന്ന് തോന്നിയതുകൊണ്ടും ഇവനെ വിരട്ടിയാൽ അവൻ പേടിക്കുമെന്നുള്ളത് കൊണ്ടും അവനോട് പറഞ്ഞ് കുരിശ് ചുമക്കടാന്ന് പറഞ്ഞു. റാസ കാണാൻ നിന്നതാ, പ്രദക്ഷിണം കാണാൻ നിന്നതാ പാവം. കപ്പലിലേക്ക് എത്തുന്നതുകൊണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. അപ്പോൾ പറഞ്ഞിരാ ഇവിടെ നിന്നെ വാ. എന്നെയോ? കൊച്ചുണ്ടെന്ന് വെച്ചോ അടുത്ത്. കൊച്ചിൻ്റെ ഈ കപ്പലിൽ കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നിട്ട് കുരിശ് ചുമക്കാൻ പറഞ്ഞു. ഇയാളിതിന് കുരിശ് അയാൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് പോകണം, കൊച്ചുണ്ട്, വീട്ടിൽ പോകണം. നിർബന്ധിച്ച് കുരിശ് ചുമപ്പിച്ചു. ഇവിടെ മർക്കോസ് എഴുതുന്നറിയാം, അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായ ശിമയോൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ എഴുതണമെങ്കിൽ മർക്കോസിൻ്റെ ഈ ലേഖനം, ഈ എഴുത്ത് വായിക്കുന്ന ആളുകൾക്ക് ആരെ പരിചയം ഉണ്ടാവും? അലക്സാണ്ടറിനെയും റൂഫസിനെയും പരിചയം ഉണ്ടാവും. അങ്ങനെയാണല്ലോ ഇങ്ങനെ എഴുതൂ. അലക്സാണ്ടറിനെയും റൂഫസിൻ്റെ ഇപ്പോൾ പറയുകയാണ് ജോസഫ് ഏട്ടൻ മരിച്ചു. ജോസഫ് ഏട്ടൻ മരിച്ചു. ഏത് ജോസഫ് ഏട്ടൻ? നമ്മൾ ആലോചിക്കുമ്പോൾ പറയുകയാണ്, എടാ നിൻ്റെ കൂടെ പഠിച്ച ഷിബുവിൻ്റെ അപ്പൻ ജോസഫ് ഏട്ടൻ മരിച്ചു. ആ ജോസഫ് ഏട്ടനാണ്. എന്താ കാര്യം? ജോസഫ് ഏട്ടൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ആരെ അറിയാം? ഷിബുവിനെ അറിയാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മർക്കോസ് ഇത് എഴുതുമ്പോൾ സൈമണെ, സൈറീൻകാരൻ സൈമണെ ഈ വായനക്കാർക്ക് അറിഞ്ഞുകൂടാ. ആരെ അറിയാം? അലക്സാണ്ടറിനെയും റൂഫസിനെയും അറിയാം. നിങ്ങൾ സമയം കിട്ടുമ്പോൾ റോമാലേഖനം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ പൗലോസ് അപ്പോസ്തലൻ പറയും റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയണം, അവൾ എൻ്റെയും അമ്മയാണ്. നിങ്ങൾ POC ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫുട് നോട്ടിൽ നിങ്ങൾ നോക്കിയാൽ മർക്കോസിൻ്റെ സുവിശേഷം 16:21 കാണാം. റൂഫസിൻ്റെ പേര് വരുന്ന ആ വാക്യത്തിൻ്റെ താഴെ മർക്കോസ് 16:21 കാണാം. എന്ന് പറഞ്ഞാൽ ആ റൂഫസാണ് ഈ റൂഫസ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അപ്പൻ യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ സഹായിച്ചപ്പോൾ മകനെ സഭയിലെ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനാക്കി ദൈവം മാറ്റി. തിരുവെഴുത്തിൽ മക്കളുടെ പേരുണ്ടായി, തലമുറ അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈശോയുടെ പീഡാനുഭവത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇന്ത്യക്ക് ഈശോയുടെ പീഡാനുഭവത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും റോളുണ്ടോ? ആ രംഗങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു. എന്താണത്? ഈശോയുടെ ശരീരത്തിൽ മേരി പൂശിയ സുഗന്ധ തൈലം നാർദീൻ, അത് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത തൈലമാണ്. ഹിമാലയ താഴ്വരകളിലും നേപ്പാളിലും ഒക്കെ കാണുന്ന ഒരു സുഗന്ധദ്രവ്യ ചെടിയുടെ വേരിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന സുഗന്ധദ്രവ്യമാണത് ഈ നാർദീൻ സുഗന്ധ തൈലം. ജഡാമാഞ്ചി എന്നാണ് അതിൻ്റെ മലയാളം. അപ്പോൾ ആ സുഗന്ധ തൈലമാണ് യേശുവിനെ അഭിഷേകം ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷനാണത്. ആഫ്രിക്കയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതാണ് ഈ ശിമയോൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യയിൽ നിന്ന് തൈലം, ആഫ്രിക്കയിൽ നിന്ന് ശിമയോൻ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഈ രക്ഷാകര പദ്ധതിയിൽ അവരുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ക്രിസ്ത്യാനി ആരാ? ബൈബിൾ ക്വിസ്.
ദ ഫസ്റ്റ് ക്രിസ്ത്യൻ ഫ്രം ദ കോണ്ടിനെൻറ്റ് ഓഫ് ആഫ്രിക്ക. പറ, ശിമയോൻ. അങ്ങനെ അയാൾ തിരുവെഴുത്തിൻ്റെ ഭാഗമായി, സ്വർഗത്തിൻ്റെ ഓർമ്മകളുടെ ഭാഗമായി. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കുരിശിൻ്റെ വഴിയിലെ ശിമയോനെ പോലെ കർത്താവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അങ്ങയുടെ സഹനങ്ങളുടെ ഭാഗമായി അങ്ങയെ സഹായിക്കുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അതിനെ നിസ്സാരമാക്കാതിരിക്കാനുള്ള കൃപയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.